എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQSന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ, സ്റ്റോപ്പ് ലോസ് ഏരിയാസ്, സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ചാർട്ട് വെച്ചിട്ട് F&O, MCX, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. സമയം 9:07 ആയിട്ടുണ്ട്. മാർക്കറ്റ് ചെറിയൊരു ന്യൂട്രൽ ഓപ്പണിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. -35 പോയിന്റ് ഡൗണിലാണ്. അതായത് മാർക്കറ്റ് 23,421 ആ ഒരു 23,421 എന്നുള്ള ഒരു SMA റേഞ്ച് ഉണ്ട്. ആ റേഞ്ചിലാണ് മാർക്കറ്റ് ഡൗൺ ആയിരിക്കുന്നത്. അതായിരിക്കണം മെജോറിറ്റി ചാൻസ്. പിന്നെ ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രയോറിറ്റി, അതായത് 23,379 ആ ഭാഗത്തേക്കുള്ള ഡൗൺ ആണ് ആദ്യം ഞാൻ മനസ്സിൽ കാണുന്നത്. അതിൽ 2 ലെവലുകളുണ്ട് താഴത്തോട്ടുള്ള ലെവലുകൾ. അതായത് ഒന്ന് 23,399 അതാണ് ആദ്യത്തെ എൻ്റെ ഡൗൺ സൈഡിലെ സപ്പോർട്ട് സോണായിട്ട് ഞാൻ ഏകദേശം അപ്രോക്സിമേറ്റ് മനസ്സിൽ കാണുന്നു. രണ്ടാമത്തെ ലെവൽ എന്ന് പറയുമ്പോൾ 23,379 ഏകദേശമാണ്. അത് കഴിഞ്ഞിട്ടുള്ളത് 23,364, അത് കഴിഞ്ഞിട്ടുള്ള ലെവല് 23,350. കാരണം 15 മിനിറ്റ്സിൽ RSI ഡൗൺ സൈഡിലേക്കാണ് നിൽക്കുന്നത്. അപ്പൊ ആദ്യമേ എന്തായാലും ഒരു ഡൗൺ വന്നാലും അപ്പം തന്നെ ചിലപ്പോൾ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് എന്തായാലും ഉണ്ടാവും. കാരണം ഗ്യാപ്പ് ഫില്ലോട് കൂടിയിട്ടുള്ള ഗ്രീൻ ക്യാൻഡിൽ ആയിരിക്കും മെജോറിറ്റി വരാനായിട്ടുള്ള ചാൻസസ്. പിന്നെ എപ്പോഴാണ് അപ്പർ സൈഡിലേക്കുള്ള ഒരു മൂവ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 23,437 മുകളില് ക്യാൻഡില് ക്ലോസ് ചെയ്തതിന് ശേഷം അവിടെ നിന്നുള്ള ഒരു അപ്പ് മൂവ്മെന്റ് മാത്രമേ മുകളിലേക്ക് നോക്കുന്നുള്ളൂ. അല്ലാത്ത പക്ഷം കംപ്ലീറ്റ് പിയിലേക്കാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. കാരണം RSI 15 മിനിറ്റ്സിൽ ഡൗൺ സൈഡാണ്, 30 മിനിറ്റിൽ അപ്പർ സൈഡിലേക്ക് നിൽക്കുന്നു. അതേപോലെ തന്നെ 1 അവറിൽ അപ്പർ സൈഡിൽ ക്രോസ് ഓവറിലാണ് നിൽക്കുന്നത്. അതായത് 15 മിനിറ്റ്സിന്റെ ആണെങ്കിലും 30 മിനിറ്റും 1 അവറും 3 RSI 3 ഡിഫറെന്റ് രീതിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ട്രാപ്പിംഗ് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ചെറിയ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടൊന്നും പ്രത്യേകിച്ച് ഇന്ന് കാര്യമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ പെട്ടെന്ന് സ്വഭാവം മാറി പുറകോട്ട് വന്നിട്ടായിരിക്കും പിന്നെ മുമ്പോട്ടൊക്കെ പോകുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചാണ് ഇന്ന് കൈകാര്യം ചെയ്യേണ്ടതുള്ളൂ. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പ്ലാനുകൾ. അപ്പൊ സ്ട്രൈക്ക് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് 23,400 നെക്സ്റ്റ് വീക്ക് എക്സ്പയറിയിലെ സ്ട്രൈക്കാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതില് ഈ ഒരു 233 എന്നുള്ള ഒരു ലെവലുണ്ട്. ആ ലെവല് ആണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. ഏതിന് മുകളിലോട്ട് പോയാലാ 227 മാർക്കറ്റ് മുകളിലോട്ട് പോയാൽ ആദ്യത്തെ ഒരു സ്കാൽപ്പിംഗ് പോയിന്റ് ആയിട്ട് ഞാൻ മനസ്സിൽ കാണുന്നത് 227 മുതൽ 233 വരെയാണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. അത് മാക്സിമം ഒരു പ്രോഫിറ്റ് ആക്കി എടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കും. അതിനുശേഷം എനിക്കൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് 246 തേർഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് എല്ലാം അപ്രോക്സിമേറ്റ് ലെവലാണ് 264. അതിന് മുകളിൽ മാർക്കറ്റ് മൂവ് കിട്ടിക്കഴിഞ്ഞാൽ 200 എല്ലാം 4ന്റെ കണക്കിൽ കിടക്കട്ടെ.
274 അപ്രോക്സിമേറ്റ് ലെവൽ. എല്ലാം ഞാൻ ബഫർ സോണാണ് ഇന്ന് കീപ്പ് ചെയ്തിരിക്കുന്നത്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ 2-3 പോയിന്റൊക്കെ 100 പോയിന്റ് ടാർഗറ്റ് ഇട്ടിട്ട് 95 പോയിന്റ് പോയിട്ട് 100 പോയിന്റ് പോയില്ല എന്നും പറഞ്ഞിട്ട് തിരിച്ച് 50 പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 5 പോയിന്റിനേക്കാളും കൂടുതലാണ് 40 പോയിന്റ്. അതുകൊണ്ട് എല്ലാം 227 മുകളിലോട്ട് പോയാൽ 234, 244 എല്ലാം 4ന്റെ കണക്കാണ്. 234 ഫസ്റ്റ് എൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. അത് ചെറിയൊരു വ്യത്യാസം. 230 33 234 ഫാൻസി നമ്പർ ഇട്ട് വെച്ചേക്കാം. 234, 244, 264, 274 ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ മെജോറിറ്റി ടാർഗറ്റ് ലെവലുകൾ. ഇനി എപ്പോഴാണ് ഞാനത് ഒരു ഡൗൺ എക്സ്പെക്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 202 താഴെ ആ ഒരു കൺസോളേഷൻ സോണിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് 195 താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയാൽ മാത്രമാണ് അത് ഡൗൺ ആയി എന്ന് ഞാൻ മനസ്സിൽ കാണത്തുള്ളൂ. അപ്പർ സൈഡ് എൻ്റെ ടാർഗറ്റ് ലെവലുകൾ ഇതൊക്കെയാണ്. ലോവർ സൈഡ് ഫസ്റ്റ് സ്റ്റോപ്പ് ലോസ്, സെക്കൻഡ് സ്റ്റോപ്പ് ലോസ്, 185 തേർഡ് സ്റ്റോപ്പ് ലോസ്, 172 ഫോർത്ത് സ്റ്റോപ്പ് ലോസ്. ഇതൊക്കെയാണ് ഇന്നത്തെ പ്ലാനുകൾ. അപ്പോൾ 9-13 ഒരു ഡബ്ല്യു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. അതായത് ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എപ്പോഴാണ് പിയുടെ ഒരു ടാർഗറ്റ് ഞാൻ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ധൃതി ഒന്നും പിടിക്കുന്നില്ല. ഏകദേശം ഫസ്റ്റ് പ്രയോറിറ്റി സ്കാൽപ്പിംഗ് പോയിന്റ് 250. ഇവിടെ 5 പോയിന്റ് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇപ്പുറത്തും ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അതേം 250 മുതൽ 255 വരെ ഫസ്റ്റ് പ്രയോറിറ്റി. 56 കിടക്കണേ, 55 കൂട്ടിയാൽ മതി. പിന്നെ ഉള്ളത് സെക്കൻഡ് പ്രയോറിറ്റി 256 കിടപ്പുണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് എല്ലാം എടുക്കാം. 266, അടുത്തത് 286 കിടക്കട്ടെ, 82, 4 പോയിന്റ് വ്യത്യാസം. 286 അതുക്കും മേലെ മാർക്കറ്റ് മൂവ് ചെയ്ത പിന്നെ ഉള്ള എൻ്റെ ഒരു ലെവൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 292 96 മനസ്സിൽ കാണാം. പിന്നെ ഉള്ള ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 316 എല്ലാം. അതെ, ഇപ്പൊ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. $255 മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ 249 നിൽക്കുന്നത്. 252 ലെവലിലാണ് പി നിൽക്കുന്നത്. അപ്പൊ പിയിലേക്കാണ് ആദ്യം കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ RSI പിയില് മുകളിലോട്ട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോ ആദ്യത്തെ ഒരു എന്താ പറയണ്ട ഒരു മൂവ്മെന്റ് ഏകദേശം മാർക്കറ്റിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ പിയില് കോൺസെൻട്രേഷൻ ചെയ്യാനുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നില 172 ഭാഗത്തേക്ക് മാർക്കറ്റ് ഇന്നലത്തെ അതേപോലെ തന്നെയാണ് മാർക്കറ്റ് ഇന്നും ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ അതേപോലെ തന്നെയാണ്. അപ്പോ 194 തൊട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ CE 202 ആദ്യത്തെ മൂവ്മെന്റ്. 194 മുതൽ ഇവിടെ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് 294 മുകളിലോട്ട് CE മൂവ് ചെയ്ത് കഴിഞ്ഞാൽ 200 ഭാഗത്തേക്കായിരിക്കും സിയിൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. പിയില് 250 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 260 കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. 250, 55, 60 ആ ലെവലിലേക്കായിരിക്കും പി കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. CE 194 മുകളിൽ വരാതെ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. RSI ഓൾറെഡി താഴത്തോട്ടാണ്, സിയിൽ താഴത്തോട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഇത് ഒഴുക്കിനെതിരെയാണ് സിയിൽ നീന്താൻ പോകുന്നത്. ഒഴുക്കിനെതിരെ സിയിൽ നീന്തുമ്പോഴത്തേക്കുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടാർഗറ്റിലേക്ക് പോകുന്നത് കതച്ചായിരിക്കും പോകണം. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ടായിരിക്കും ടാർഗറ്റിലേക്ക് പോകുന്നത്. പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷന് ഭയങ്കര ഫ്ലോ കൂടുതലായിരിക്കും. അതായത് മൈനസിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് പോകും, പ്രോഫിറ്റിലേക്ക് ഇഴഞ്ഞും വലിഞ്ഞുമായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് സിയിലെ സ്കാൽപ്പിംഗ് മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പൊ 194, 202 സ്റ്റോപ്പ് ലോസ് ഏരിയ ആയിട്ട് കീപ്പ് ചെയ്ത ഏരിയ ആണ്.
4 സ്റ്റോപ്പ് ലോസ് ഏരിയയാണ് മനസ്സിൽ കണ്ടത്. അതായത് 202, 194, 186, ഫൈനലി 172. അപ്പൊ അടുത്ത 5 മിനിറ്റിന്റെ ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാർക്കറ്റ് ഇത് ഡൗൺ, RSI C ഡൗണിലേക്ക് പോകുന്ന അനുസരിച്ചിട്ട് 172 പോയി കൺസോൾട്ടേഷൻ ആവുമോ എന്ന് നോക്കണം. അതിനിടക്ക് 195 മുതൽ 200 വരെയുള്ള ഒരു സ്കാൽപ്പിംഗ് സോൺ എന്തായാലും കിട്ടാതിരിക്കില്ല. കാരണം 200 എന്നുള്ളൊരു ലെവൽ മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ട് ഉണ്ട്. സീനെ സംബന്ധിച്ച് 200, 202 എന്നുള്ളൊരു ലെവൽ മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ 195 മുതൽ 200 വരെ ഒരു ഹോൾഡിംഗ് മെന്റാലിറ്റിയോട് കൂടി ഒരു 5 പോയിന്റ് എടുക്കാൻ പറ്റുമെന്ന് ആദ്യമേ നോക്കും. അതിനുശേഷമായിരിക്കും 250 മുതൽ പിയിൽ 255, 260, 266 ലെവലിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. 266 മുകളിലോട്ട് മാർക്കറ്റ് ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 282ലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം. അതിനു മുമ്പ് സിയില് ആ 200 എന്നുള്ള ഒരു ലെവൽ അവിടെ നിൽക്കുന്നത് കാരണം ഒരു വലിവ് അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് പോയിന്റ് അവിടെ നിന്ന് എടുത്ത് മാറാം എന്ന ഉദ്ദേശത്തിലാണ് നിൽക്കുന്നത്. നെക്സ്റ്റ് 5 മിനിറ്റിന്റെ ക്യാൻഡിൽ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ 200ലേക്ക് സി ടച്ച് ചെയ്താൽ ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്യാനായിട്ട് കറക്റ്റ് ആയിട്ട് എവിടെ വരും? ഈ 225 വരെ വരും. 25, 10, 35, 10 പോയിന്റ് ഡൗൺ ആകുമ്പോഴത്തേക്കും സിയിൽ 10 പോയിന്റ് അപ്പ് ആവണം. അത് ഒരു പ്ലാൻ എ ആണ്. നേരെ മറിച്ച് ആ പ്ലാൻ എ വർക്കൗട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ 250 മുകളിലോട്ട് പി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ 255ലേക്കോ 260ലേക്കോ എടുക്കും. കാരണം RSI പിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. സിയില് ചെറിയൊരു സ്കാൽപ്പിംഗ് പോയിന്റ് വന്നാൽ എടുക്കാം എന്നുള്ള കൺസെപ്റ്റിൽ നിന്നെന്ന് മാത്രമേ ഉള്ളൂ. കാരണം സി താഴെ 172ലേക്ക് ഫാൾ ആവുന്നുണ്ട്. അപ്പൊ പിയില് ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. പിയിൽ എൻട്രി ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അതിന്റെ ടാർഗറ്റ് ഏകദേശം ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് 255, 260 ഭാഗത്തേക്കാണ്. നേരെ മറിച്ച് അത് നിലവിലുള്ള 250 ഒരു 10-15 പോയിന്റ് സ്റ്റോപ്പ് ലോസ് അങ്ങ് വിട്ടുകൊടുക്കും. അത്രേ ഉള്ളൂ, കൂടുതലൊന്നും ചെയ്യില്ല. അതിന്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 231, 230 താഴെ വന്നാൽ മാത്രമാണ് എൻ്റെ പി ഞാൻ എക്സിറ്റ് ചെയ്യത്തുള്ളൂ. 235 താഴെ വന്നാൽ മാത്രമാണ് പി ഞാൻ എക്സിറ്റ് ചെയ്യത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഒരു 10-15 പോയിന്റ് രാവിലെ സ്റ്റോപ്പ് ലോസ് പോയെന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. കാരണം കാരണം എന്താ, അങ്ങനെ പേടിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ട്രേഡർ ആവാനായിട്ട് പറ്റില്ല. ഇപ്പൊ 53, 55 ബ്രേക്ക് ചെയ്താൽ പിന്നെ മുകളിലോട്ട് പോകും. അപ്പൊ 55 എന്ന് പറയുമ്പോൾ ഒരു 54, 55 മേളിലോട്ട് പോയാൽ ഒരെണ്ണം കൊടുക്കാം, ഒരെണ്ണം കോസ്റ്റ് ടു വെക്കലേ നടക്കത്തുള്ളൂ. 50 തൊട്ട് 55 വരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സ്കാൽപ്പിങ്. അതിനുശേഷം ഇപ്പൊ 2 ലോട്ടാണെങ്കിൽ ഒരെണ്ണം കൊടുക്കാമല്ലോ, ഒരെണ്ണം കോസ്റ്റ് ടു വെക്കാം. കാരണം നിലവിലെ ക്യാൻഡിലിന്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, പി ക്യാൻഡിലിന്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ 255 ബ്രേക്ക് ചെയ്യാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കും. അപ്പൊ ഒരു 254 ആ റേഞ്ച് 54.50 വരെ പോയിട്ടുണ്ട്. 55 ബ്രേക്ക് ചെയ്താൽ പിന്നെ 266ലേക്ക് പോയിട്ട് വരും. നിലവിലുള്ള പി ക്യാൻഡിലിന്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്യാത്ത സ്ഥിതിക്ക് സ്കാൽപ്പിങ്ങിൽ കുറച്ചെടുക്കുക, ബാക്കി കോസ്റ്റ് ടു വെക്കുക എന്നുള്ളതാണ്. കാരണം അത് താഴത്തോട്ട് എന്തായാലും വരും. അപ്പൊ അതുകൊണ്ട് സ്കാൽപ്പിംഗ് പോയിന്റ് അവിടെ കാണുന്നുള്ളൂ. കാരണം നിലവിലുള്ള കണ്ടോ 249 അതുകൊണ്ടാണ് അത് ചെറിയൊരു മൂവ് കിട്ടിയപ്പോഴത്തേക്കും അതിൽ നിന്നൊരു 4 പോയിന്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. 4 പോയിന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടി എന്ന് മാത്രമേ ഉള്ളൂ. 250 ബ്രേക്ക് ചെയ്താൽ പിന്നെ 258ലേക്കുള്ള ഒരു സ്കാൽപ്പിംഗ് പോയിന്റ് കൂടെ ഉണ്ട്. $257, 260, 264, 266 ഒരു ഫൈനൽ ലെവൽ എന്ന് പറഞ്ഞാൽ 266, 270, 275, 277,
282 വരെയാണ്. അപ്പം ഞാൻ അവിടെ സ്റ്റോപ്പ് ലോസ് മനസ്സിൽ കണ്ടത് 235 ആണ്. അതാണ് രാവിലെ ഓൾമോസ്റ്റ് പറഞ്ഞത്. ചെറിയ സ്റ്റോപ്പ് ലോസ് ഒന്നും ഇട്ടിട്ട് കാര്യമില്ല. ഹോൾഡിംഗ് മെന്റാലിറ്റിയോട് കൂടി മാർക്കറ്റ് ഹോൾഡ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. അപ്പൊ അവിടെ ചെറിയ 5 പോയിന്റ് ഒക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് സ്കാൽപ്പ് ചെയ്യാം. ലോട്ട് സൈസ് കൂട്ടിയിട്ട് സ്കാൽപ്പ് ചെയ്യാം. അതല്ലാതെ ചെറിയ ലോട്ടിലൊക്കെ എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാര്യമില്ല. ചെറിയൊരു ഫ്ലക്ച്വേഷൻ ലോവർ വീക്ക് ക്രിയേറ്റ് ചെയ്യാൻ വന്നതാ. അതിനുശേഷം 255 ബ്രേക്ക് ചെയ്താൽ പിന്നെ പറന്നായിരിക്കും മാർക്കറ്റ് മുന്നോട്ട് പോകുന്നത്. അതായത് ഡബ്ല്യു പാറ്റേൺ, വേറെ ഒന്നും ഇവിടെ ഫോക്കസ് ചെയ്തിട്ടില്ല. ഡബ്ല്യു പാറ്റേൺ ആണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. എന്റെ ഫൈനൽ ടാർഗറ്റ് 292 ആ. 282 എന്തായാലും ടച്ച് ചെയ്യണം മാർക്കറ്റ്. RSI പീക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. 282ന്റെ മുകളിലോട്ട് ഒരു കൺസോൾട്ടേഷൻ മൂവ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 292-ലായിരിക്കും മാർക്കറ്റ് പോയി ഹിറ്റ് ചെയ്യുന്നത്. കാരണം അവിടെ ഒരു ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ളൊരു ഏരിയ ഉണ്ട്. ഇപ്പൊ 282 മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ 250-ന്ന് 32 പോയിന്റ് ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി 292 ആണ് അടുത്ത ലെവല്. അപ്പോ ഫൈനൽ ടാർഗറ്റ് 292 ആണ് ഞാൻ മനസ്സിൽ 290. ഞാൻ 290 ആണ് ബാക്കിയുള്ള സെക്കൻഡ് ലോട്ടിൽ ഞാൻ ട്രെയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബട്ട് ആ ട്രെയിലിംഗ് അടിച്ചു പോകണമെങ്കിൽ അടിച്ചു പോക്കോട്ടെ, നോ പ്രോബ്ലം. 282 കൺസോൾട്ടേഷൻ സോണാണ്. ഇവിടെ എന്തായാലും ഒരു 3-4 ക്യാൻഡിൽ കൺസോൾട്ടേഷൻ ആവും. എന്റെ ട്രിഗർ പ്രൈസ് എന്ന് പറഞ്ഞാൽ 290 ആണ്. 290 മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 292 ആണ് ശരിക്കും. ഞാൻ ഇന്നെല്ലാം ബഫർ സോൺ ഇട്ടിട്ടാണ് കീപ്പ് ചെയ്യുന്നത്. 290-ല് ഞാൻ മാക്സിമം എക്സിറ്റ് ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ് ആലോചിക്കുന്നത്. കാരണം RSIയിൽ ചെറിയൊരു മടക്ക് വന്നിട്ടുണ്ട്. 5 മിനിറ്റിന്റെ RSIയിൽ ചെറിയൊരു മടക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അത് 290-ൽ ഹിറ്റ് ചെയ്തിട്ട് എന്താണ് അവിടെ പെർഫോം ചെയ്യണമെന്ന് നോക്കിയിട്ടേ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കത്തുള്ളൂ. അപ്പോ നിലവിലത്തെ ക്യാൻഡലിന്റെ ഹൈയുടെ ലെവല്, കാരണം 292 ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും എന്റെ ട്രിഗർ പ്രൈസ് 290 ആണെന്നാണ് പറഞ്ഞത്. അതുക്ക് മേലോട്ട് മാർക്കറ്റ് എവിടെ വേണമെങ്കിലും പൊക്കോട്ടെ, അതിന്റെ പുറകെ പോകാനായിട്ട് പോകുന്നില്ല. അപ്പോ നിലവിലുള്ള ക്യാൻഡലിന്റെ ഹൈ ലെവൽ എവിടെയാണെന്ന് നോക്കിയാൽ വളരെ കൃത്യമായിട്ട് ഇത് ഇവിടെ വന്നിട്ടുണ്ട്. ഈ ക്യാൻഡലിന്റെ ഹൈ നോക്കിയേ 290. ലാസ്റ്റ് ക്യാൻഡലിന്റെ ഹൈ, പ്രീവിയസ് ക്യാൻഡലിന്റെ ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് 290. അപ്പൊ ഞാൻ പറഞ്ഞത് 292 ആണ്. ഇന്ന് ഞാൻ എല്ലാം ബഫർ സോൺ ആണ് കീപ്പ് ചെയ്യുന്നത്. കറക്റ്റ് 290 എന്റെ ട്രിഗർ പ്രൈസ് ആണെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ കറക്റ്റ് 40 പോയിന്റ്, അതായത് 250-ന്ന് എൻട്രി എടുത്തു. കറക്റ്റ് 290 കറക്റ്റ് പോയി മാർക്കറ്റ് കറക്റ്റ് 40 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്റെ പരിപാടി ഓൾമോസ്റ്റ് ഇന്ന് ഡൺ ആവുന്നു. ഇനി മാർക്കറ്റിന്റെ വഴിക്കൊക്കെ പൊക്കോട്ടെ, എവിടെയെങ്കിലും പൊക്കോട്ടെ. നമ്മുടെ രാവിലത്തെ തച്ചൊപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ദൈവത്തിനും ചാർട്ടിനും നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുന്നു. ബാക്കി പറയാനുള്ള കാര്യം പുറകെ പറയുന്നതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് സ്റ്റഡി റൂമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ ട്രേഡിംഗ് ഒരിക്കലും ഇന്ന് പഠിച്ചിട്ട് നാളെ പ്രോഫിറ്റ് ആവുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റോടുകൂടി വന്നു കഴിഞ്ഞാൽ അവരൊരിക്കലും സക്സസ് ആവുന്ന ലക്ഷണം ഞാൻ കാണുന്നില്ല. ഇതൊരു സ്കില്ല് ഡെവലപ്മെൻ്റ് ആണ്. അതിന് നമുക്ക് എക്സ്പീരിയൻസ് വേണം. അത് നീണ്ടൊരു യാത്രയാണ്. അപ്പോൾ ഈ ഒരു ചാർട്ട് റീഡിങ് അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് വെച്ചിട്ട് ഞാൻ പറയുന്ന ലെവൽസൊക്കെ എന്തുകൊണ്ട് എത്തുന്നു എന്നുള്ളത്, അത് ഒരുപാട് നാൾ ഈ ഒരു ചാർട്ട് കണ്ടിന്യൂസ് ഫോളോ ചെയ്തത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് മാത്രമാണ്. നിങ്ങൾക്കും ഇതും സാധിക്കും. പക്ഷെ നിങ്ങൾ കുറച്ച് ടൈം നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ട്രേഡറുടെ വിജയവും പരാജയവും ഡിപ്പെൻസ് അപ്പോൺ മൈൻഡ് സെറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഇനി പറയാനുള്ളത്, പബ്ലിക് ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നമുക്ക് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യാം. മൈൻഡ് സെറ്റ് ക്ലിയർ ആക്കി എടുക്കാം. ഒരാളുടെ പാളിച്ച എവിടെയാണെന്ന് മനസ്സിലാക്കി എടുക്കാം. എന്തുകൊണ്ടാണ് ഒരാൾ പരാജയപ്പെട്ടതെന്ന്
മനസ്സിലാക്കിയെടുക്കാനായിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ പബ്ലിക് ടെലഗ്രാം ചാനൽ ഞാനൊരു ഫാമിലി ഗ്രൂപ്പായിട്ടാണ് കാണുന്നത്. അപ്പോൾ റിക്വസ്റ്റ് കൊടുത്തുകൊണ്ട് മാത്രം ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല. നേരിട്ട് വിളിച്ച് സംസാരിച്ച് പരിചയപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കും ഞാൻ ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അതേപോലെ ഒരു ലോങ് ജേർണി ആ ഒരു നമ്മുടെ ഫാമിലിയോടൊപ്പം ഒരു ലോങ് ജേർണി നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് മാർക്കറ്റ് എന്നുള്ള കാര്യങ്ങളുടെ ഒരു ബേസൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ജീവിക്കാം. ഡെയിലി അരിമേടിക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള നുറുങ്ങു വിദ്യകളൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ നേരിട്ട് വിളിക്കുക, നമുക്ക് സംസാരിക്കാം, നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ. എല്ലാവർക്കും ട്രേഡിങ് പഠിച്ചിട്ട് ലൈഫിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം, ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള ആ ആശംസയോടുകൂടിയും പ്രാർത്ഥനയോടുകൂടിയും ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്. Trading is not a job to take money. Trading is the most spiritual experience you can have with money. Market is collective intelligence, literally like God. Be humble when you make profit. Actually, traders make good spouses, the market make you humble.